നമ്മൾ ഇന്നലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ തേർഡ് മോഡ്യൂളായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് സോഷ്യൽ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സോഷ്യൽ ഇഷ്യൂ അർബൻ പ്രോബ്ലം റിലേറ്റഡ് ടു എനർജിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വാട്ടർ കൺസർവേഷൻ ഉണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പീപ്പിൾ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിൽ ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇതൊക്കെ പറഞ്ഞു. പിന്നെ കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ്, എൻവയോൺമെൻറ്റൽ എത്തിക്സ്. അപ്പോൾ ഇതിനകത്ത് അർബൻ പ്രോബ്ലം റിലേറ്റഡ് ടു എനർജി ആണ് ഫസ്റ്റ് ഇഷ്യൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അർബൻ പ്രോബ്ലം റിലേറ്റഡ് ടു എനർജി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അർബൻ ഏരിയയിലേക്കാണ് കൂടുതലായിട്ട് പോപ്പുലേഷൻ ഇന്ന് കൂടുതലും മെജോറിറ്റി, അതായത് 50% മുകളിൽ പോപ്പുലേഷൻ ഇന്ന് അർബൻ ഏരിയയിലാണ് ഉള്ളത്. അർബൻ ഏരിയയിലാണ് കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും എംപ്ലോയ്മെൻറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അർബൻ ഏരിയയിൽ കൂടുതൽ പോപ്പുലേഷൻ വരുന്നതിനനുസരിച്ച് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ അൺകൺട്രോളബിൾ ആൻഡ് അൺപ്ലാൻഡ് ഗ്രോത്ത് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആകുമ്പോൾ അവിടെ കൂടുതൽ റിസോഴ്സസും എനർജീസും ഒക്കെ കൂടുതലായിട്ട് ആവശ്യം വരുന്നു. അപ്പോൾ ഇതാണ് അർബൻ പ്രോബ്ലം റിലേറ്റഡ് ടു എനർജി പറഞ്ഞു വെക്കുന്നത്. ദെൻ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷൻ ആണ്. അപ്പോൾ വാട്ടർ കൺസർവേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. സോഷ്യൽ ഇഷ്യൂസിൽ സെക്കൻഡ് വൺ ആണ് വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സാണ്. അപ്പോൾ ഇതില്ലാതെ നമുക്ക് എന്താ പറയുക ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വാട്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ആവുകയും അത് കൂടുതലും പൊല്യൂട്ടഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചില രീതിയിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാട്ടറിനെ കൺസർവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വാട്ടറിന്, അതായത് വെള്ളം നാളത്തേക്ക് നമ്മൾ കരുതി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ യൂസേജ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക. ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് വാട്ടർ ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് സച്ചസ് ക്ലീനിങ്, മാനുഫാക്ചറിങ് ആൻഡ് അഗ്രികൾച്ചറൽ ഇറിഗേഷൻ ആണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ നമുക്ക് പിന്നീട് രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ക്ലീനിങ് പർപ്പസിന് വേണ്ടി, മാനുഫാക്ചറിങ്ങിന് വേണ്ടി, അഗ്രികൾച്ചർ ഇറിഗേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് വാട്ടർ കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറഞ്ഞു വെക്കുക. നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് മെയിൻലി വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ, ഓരോ ബിൽഡിങ്ങുകളുടെ മുകളിൽ വീഴുന്ന മഴവെള്ളത്തിന് അത് എന്താ പറയുക അണ്ടർഗ്രൗണ്ട് ഇതിലേക്ക് വാട്ടർ സോഴ്സിലേക്ക് അതിനെ കടത്തിവിടുക. അതിനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ മീൻസ് കളക്ടിങ് റെയിൻ വാട്ടർ ഓൺ ദ റൂഫ്സ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് അണ്ടർഗ്രൗണ്ട് ഫോർ ലേറ്റർ യൂസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭരിച്ച് വെക്കുക. അതാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സാധ്യമാകുന്നതെന്ന് വെച്ചാൽ വീടുകളുടെ മുകളിൽ വീഴുന്ന വെള്ളം നമ്മൾ സംഭരിച്ച് വെക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന റൂൾസ് എന്ന് പറയുന്നത് ടൗൺ പ്ലാനേഴ്സ് അതേപോലെ തന്നെ അതോറിറ്റീസ് ഒക്കെ സിറ്റികളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൽസറി ആയിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള എന്താ പറയുക ഹാർവെസ്റ്റിംഗ് നടത്താത്ത ഒരു ബിൽഡിങ്ങിന് അവർ സാങ്ഷൻ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സ് നടത്തുന്നത് കൊണ്ട് എല്ലാവരും തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഗണന കൊടുക്കും. ഇപ്പോൾ നോ വാട്ടർ സീവേജ് കണക്ഷൻ വുഡ് ബി ഗിവൺ ഇഫ് എ ന്യൂ ബിൽഡിംഗ് ഡിഡ് നോട്ട് ഹാവ് പ്രൊവിഷൻ ഫോർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ അവർ അതിനുള്ള പെർമിഷൻ കൊടുക്കുകയില്ല. ദെൻ അപ്പം ഇങ്ങനെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എല്ലാ ബിൽഡിങ്ങുകൾക്കും തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണമെന്നുള്ളതാണ് അവിടുത്തെ നിയമം. അപ്പോൾ ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നടത്തുന്നത് വഴി നമുക്ക് ആ വെള്ളം ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വാട്ടർഷെഡ് മാനേജ്മെൻ്റ് ഉണ്ട്. വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് വാട്ടർ ഹാർവസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്തതിൻ്റെ വാട്ടർഷെഡ് മാനേജ്മെൻ്റ് ഉണ്ട്. വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ജിയോ ഹൈഡ്രോളജിക്കൽ യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ വെള്ളം ശേഖരിക്കാനായിട്ട്, അതായത് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം, ഞാൻ അന്ന് അതിൻ്റെ ചിത്രമൊക്കെ കാണിച്ചാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ താഴ്ന്ന പ്രദേശത്തേക്ക് പല സ്ഥലങ്ങളിലും മഴ പെയ്ത് ഒഴുകി വരുന്ന വെള്ളം, ആ വെള്ളം എന്താ പറയുക, അത് ഒഴുകാനായിട്ട് ഡ്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ഡ്രെയിനിലൂടെ ഒഴുകി വരുന്ന ഒരു പോയിന്റിലേക്ക് എല്ലാ വെള്ളവും കൂടി ഒരു സ്ഥലത്തേക്ക് ഒഴുകി ചേർന്ന് വന്ന് ആ വെള്ളം എന്താ പറയുക നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വാട്ടർഷെഡ് ഈസ് ഡിഫൈൻഡ് ആസ് എനി സ്പേഷ്യൽ ഏരിയ from which rain or irrigation water is collected and drained through a common point ആണ്. അപ്പോൾ വെള്ളം അങ്ങനെ ഒഴുകി വന്ന് ഒരു ഇതിലേക്ക് ചേർന്ന് ആ വെള്ളം എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കൂടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രദേശത്തേക്ക് മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളം എല്ലാം എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് ഒഴുകി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ വെള്ളത്തിൻ്റെ സോഴ്സ് നമുക്ക് അവൈലബിൾ ആവും. ഇതാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വെള്ളം അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തു കൊടുക്കണം. ദെൻ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗവൺമെൻറ്റുകൾ ഓരോ പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാർക്ക് അവർ താമസിക്കുന്ന സ്ഥലം വിട്ടു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ അവർക്ക് എന്താ പറയുക താമസിക്കാൻ പറ്റാതെ അവിടെ നിന്ന് മാറിപ്പോകേണ്ടൊക്കെ സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരെ റീസെറ്റിൽ ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വെരി എസെൻഷ്യൽ ആണ്. അപ്പം നമുക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, അത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ആണ് കൂടുതലായിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ ഇത് ലോക്കൽ ഏരിയാസിലുള്ള പീപ്പിളിനെയാണ്, അതായത് സാധാരണ ജനങ്ങളെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉള്ള സാധാരണക്കാർ താമസിക്കുന്ന ഏരിയകളിലായിരിക്കും മിക്കവാറും പ്രോജക്റ്റുകൾ വരിക. അപ്പോൾ അവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ പുവറസ്റ്റ് ആൻഡ് പുവർ ആയിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിളിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രോജക്റ്റുകൾ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അവിടുന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടുത്തെ ലോക്കൽസിന് അവിടുന്ന് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ മെയിൻലി ഡാമുകൾ, മൈനിങ് ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ്. അപ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഡാംസ് ആണ് പറയുന്നത്. അപ്പോൾ ഡാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ്, അപ്പോൾ കൂടുതൽ സ്പേസ് അതിനായിട്ട് ആവശ്യം വരും. അപ്പോൾ അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയുള്ള ലോക്കൽസ്, പിന്നെ ട്രൈബൽസ്, ആ ഏരിയയിലുള്ള ട്രൈബൽസ്, നേറ്റീവ്സ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് അത് അഫക്റ്റ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ആൻസിസ്ട്രൽ ആയിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തുകൾ, അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ചിലപ്പോൾ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഡാം പോലെയുള്ള വലിയ പ്രോജക്റ്റുകൾ വരുമ്പം വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു മൈനിങ് ആക്ടിവിറ്റീസ്, മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെയുള്ള ആ പ്രദേശങ്ങളെല്ലാം എന്താ പറയുക അവിടെ കല്ല് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ പറയുക ആക്സിഡൻസ് ഒക്കെ കൂടുതൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ അവിടുന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരും. പിന്നെ അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ. ചില ഏരിയാസിനെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 53,472 ട്രൈബൽ ഫാമിലീസിനെയാണ് അവിടുന്ന് മാറ്റേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശവും പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഏരിയനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പിന്നെ എന്താ ഫോറസ്റ്റ് ഏരിയാസിൽ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അപ്പോൾ അവിടുത്തെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം മാറി താമസിക്കണം എന്നൊക്കെ നിയമം വരുമ്പോൾ ആ ഏരിയയിലേക്ക് നമുക്ക് താമസിക്കാൻ പറ്റില്ല. അവിടെ താമസിക്കുന്നവരെല്ലാം അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ഏരിയ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് അവരുടെ നേറ്റീവ് പ്ലേസ് മാറേണ്ടതായിട്ട് വരുന്നതാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, ശരിക്കും സോഷ്യൽ ഇഷ്യൂ ആണ് റീഹാബിലിറ്റേഷൻ ഇഷ്യൂ ആൻഡ് പോളിസീസ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു താമസിക്കാൻ ഒരു വീട് വേണമെന്നുള്ളത്
ഓരോരുത്തരുടെയും ആവശ്യവും അവകാശവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് അവർക്ക് ഒരു സ്ഥലത്തു നിന്ന് അവരിൽ മാറേണ്ടതായിട്ട് വരുമ്പോൾ താമസിക്കാനുള്ളൊരു പ്ലേസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഗവൺമെൻറ് പല കാര്യങ്ങൾ, ഇപ്പോൾ റോഡിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽ വരുന്നതിന് വേണ്ടിയൊക്കെ ഓരോ സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ താമസിക്കുന്നവർക്കൊക്കെ അവർ പുതിയ സ്ഥലത്തേക്ക് അവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. കൂടുതലായിട്ടും ട്രൈബൽസിനെയാണ് ഇങ്ങനെ ഉള്ള ഇതിൽ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം അവരും മിക്കവാറും റൂറൽ ഏരിയാസിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ പ്രോജക്റ്റുകൾ കൂടുതലായിട്ട് കൊണ്ടുവരും. അപ്പം ലാൻഡ് നഷ്ടപ്പെടുന്നു, പിന്നെ അവർക്ക് വീട് നഷ്ടപ്പെടുന്നു, പ്രോപ്പർട്ടീസ് ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ചാൻസാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ. ദെൻ അതേപോലെ തന്നെ ചിലപ്പോൾ അവർ ചീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർക്ക് അവരോട് പല രീതിയിലും ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് ഗുണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വീട് നഷ്ടപ്പെടുമെന്നൊക്കെ ഒരു എന്താ പറയുക അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അവർ ഇതിന് പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള പെർമിഷനൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ ചീറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു പിന്നെ നമ്മൾ ഇപ്പോൾ റീഹാബിലിറ്റേഷനിൽ പറഞ്ഞത്. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് ആണ് അടുത്ത സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ വെതർ സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ കൂടുന്ന സിറ്റുവേഷനും കുറയുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ട്. ഒരു 30 ഇയേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലൈമറ്റ്, ഒരു ഏരിയയിലുള്ളതിനെയാണ് നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻലി വരുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് ഗ്ലോബൽ വാർമിംഗിലേക്ക് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, മീത്തേൻ ഇങ്ങനെയുള്ളതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുമ്പോൾ ഭൂമിയിലേക്ക് വരുന്ന ഹീറ്റ്, സൺലൈറ്റ്, അതിൻ്റെ ഹീറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് അവിടെ ഇതിൻ്റെയൊക്കെ അളവ് കൂടുന്ന, ഈ ഗ്യാസസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ അത് മെന്നിനെ അതേപോലെ തന്നെ ആനിമൽസ്, പ്ലാന്റ്സിനെ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് അടുത്ത് പറഞ്ഞു നിൽക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താ പറയുക, ഭൂമിയിലുള്ള അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്ത് സർഫേസിന് ഹീറ്റ് കൊടുക്കുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേനൊക്കെ അതിൻ്റെയൊക്കെ പ്രസൻസ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസസിൻ്റെ പ്രസൻസ് ആണ് നമ്മുടെ ഭൂമിയിലേക്ക് സൺലൈറ്റ് വന്നു കഴിയുമ്പോൾ അതിനെ ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഭൂമിക്ക് ചൂട് നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രസൻസ് ഇല്ല എങ്കിൽ നമ്മൾ -18 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലായിപ്പോൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രസൻസ് ആണ് നമ്മൾ എന്താ പറയുക 15 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് ടെമ്പറേച്ചറിലേക്ക് നമ്മളെ നയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രസൻസ് കൂടുന്നതിനനുസരിച്ച് ഈ ഹീറ്റ് കൂടുകയും ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ അതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രസൻസ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ചൂട് കൂടുകയും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് CO2, CH4, NO2, CFC നമ്മൾ പഠിച്ചതാണ്, ഫ്ലോറോ കാർബൺസ്, ഇതൊക്കെയാണ്. ഇനി അടുത്ത് പറഞ്ഞു വെക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൽ ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിൻ ഓൾറെഡി നമ്മൾ കണ്ടു. വെറ്റ് ആൻഡ് ഡ്രൈ ഡെപ്പോസിഷൻ, അതിൻ്റെ എന്താ പറയുക, അതിലൂടെയാണ് നമുക്ക് ഈ പിന്നെ ഇത് ആസിഡ് റെയിനായിട്ട് നമുക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി രണ്ട് ഇതിൻ്റെ പ്രസൻസ് ആണ്. ഒന്ന് നൈട്രിക്കം, അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്സ്. ഇതാണ് ആസിഡ് റെയിന് മെയിനായിട്ട് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആസിഡിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുകയും അത് പിന്നെ ആസിഡ് റെയിനായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ നൈട്രജൻ, സൾഫ്യൂരിക് ആസിഡും ആണ് ആസിഡ് റെയിനായിട്ട് വരാനുള്ള കാരണം. അപ്പോൾ ഇതിനകത്ത് the acid chemicals in the air are blown into the area where the weather is wet. The acid can fall to the ground in the form of rain, snow, fog or mist ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് വെറ്റ് ആൻഡ് ഡ്രൈ ഡെപ്പോസിഷൻ ഉണ്ടെന്ന്. അതിനകത്ത് വെറ്റായിട്ടുള്ള ഡെപ്പോസിഷനിൽ ആസിഡ് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആസിഡ് ഭൂമിയിലേക്ക് എന്താ പറയുക എങ്ങനെയൊക്കെ വരാം, മഴയായിട്ടും സ്നോ ആയിട്ടും ഫോഗായിട്ടും മിസ്റ്റായിട്ടൊക്കെ ഭൂമിയിലേക്ക് പതിക്കാം.
ദെൻ അടുത്ത ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് CFCസിൻ്റെ പ്രസൻസ് ആണ്, അതായത് ക്ലോറോഫ്ലോറോ കാർബണിൻ്റെ പ്രസൻസ് ആണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ പറയുക ഓസോൺ ലെയർ അതിനകത്ത് എന്താ പറയുക വിള്ളൽ വരാൻ കാരണം, അതിനകത്ത് ഹോൾസ് വരാനുള്ള കാരണം CFCs കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മെയിൻലി റെഫ്രിജറേറ്റേഴ്സ്, ACs ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് CFCs കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഓസോൺ ലെയറിനെ ഹോൾ വീഴാനും നമ്മൾ എഫക്റ്റ് ചെയ്യാനും കാരണമാണ്. ഇതുമൂലം സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ആണ്. എൻവയോൺമെൻറ്റൽ എത്തിക്സ്, അപ്പം നമ്മൾ ഈ സോഷ്യൽ ഇഷ്യൂവിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എത്തിക്കൽ ബിഹേവിയർ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് തിരിച്ചറിഞ്ഞതിനനുസരിച്ച് വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത് പെർഫോം ചെയ്യുക, അതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെന്നാണ് ഇവിടെ സുപ്രീം ക്രിയേച്ചർ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ ഏറ്റവും എത്തിക്സ് പരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് റിസോഴ്സ് തരുന്നത് നമ്മുടെ മദറിനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. എർത്തിൻ്റെ എത്തിക്സിന് ചേർന്ന്, അതായത് എൻവയോൺമെൻറ്റിന് പല രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ അതുപോലെ പാലിക്കണം. എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഡൂവും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡൂസും എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ഡു നോട്ടും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ എത്തിക്സ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻവയോൺമെൻറ്റ് എത്തിക്സ് ഓരോ ഹ്യൂമൻ ബീയിങ്ങും പാലിക്കണം. അങ്ങനെ നമുക്ക് സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നാണ് എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ പറയുന്നത്. ഇന്ത്യയാണ് ഇതിനു വേണ്ടിയുള്ള പ്രൊവിഷൻ, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രൊവിഷൻ ആദ്യമായിട്ട് നടപ്പാക്കിയത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത് ഫോം ചെയ്തത് സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ 1972 നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ദെൻ ഇതിൽ കുറേ റൂൾസും അതേപോലെ തന്നെ ലോ ആൻഡ് റൂൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പാലിക്കേണ്ടതാണ്. അതിനകത്ത് ആർട്ടിക്കിൾ 48A പറഞ്ഞു വെക്കുന്നത്, The state shall endeavour to protect and improve the environment and to safeguard forest and wildlife of the country ആണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫോറസ്റ്റിനെ അതേപോലെ തന്നെ വൈൽഡ് ലൈഫിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 48A പറയുന്നത്. ആർട്ടിക്കിൾ 51A സബ്സെക്ഷൻ Gയിൽ പറയുന്നത്, it shall be the duty of every citizen of India to protect and improve the natural environment including forest, lake, rivers and wildlife and to have compassion for living creatures ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോ സിറ്റിസണിനും എന്തിനാ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതേപോലെ അതായത് ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ലിവിങ് ക്രിയേച്ചേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിനു വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ആക്റ്റുകളാണ് പറയുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ പ്രിവെന്റ് അയൺ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, the Environment Protection Act 1986, the Biomedical Waste Management and Handling Rule 1998, the Municipal Solid Waste Management and Handling Rules 2000, the Noise Pollution Regulation and Control Rules 2002, the Biological Diversity Act 2002. ഇത്രയും ആക്ടുകളാണ് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്.